ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ നാടായിട്ടുള്ള കാലടിയിൽ എല്ലാവരും കാത്തിരുന്ന ഒരു കല്യാണത്തിനാണ് കേട്ടോ. തൊട്ടടുത്ത് പാറപ്പുറം റിഫ പാലസ് ഓഡിറ്റോറിയം ഉണ്ടായിട്ട് പോലും ഈ ഒരു കല്യാണം നടക്കുന്നത് നമ്മുടെ നരിപ്പറമുള്ള താജ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, 5500 പേരാണ് നമ്മുടെ നാസറാക്കാടെ മോളുടെ കല്യാണത്തിന് ഇന്ന് പങ്കെടുക്കുന്നത്. നമ്മൾ എത്തിയ സമയത്ത് നിക്കാഹൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം പോയത് വെൽക്കം ഡ്രിങ്കിന്റെ സെക്ഷനിലോട്ടാണ്. അവിടെ പേരയ്ക്ക, പപ്പായ, പൈനാപ്പിൾ ജ്യൂസ്, മിൻലൈം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പേരയ്ക്കും പപ്പായാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പിലുള്ള നെയിം ബോർഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സെൽഫി എടുക്കാത്ത ഒരു സമാധാനം ഇല്ല കേട്ടോ. എൻട്രൻസ് ഒക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നാസറാക്കാനൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ചെക്കനും പെണ്ണും കാണാൻ പോയിട്ടോ. പക്ഷെ അവരാരും സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ എൻട്രിക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടുത്തെ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ചേരം നമ്മൾ പാട്ടൊക്കെ കേട്ട് വെയിറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് വരുന്നത്. അവർ എൻട്രിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോസിൽ മാത്രം കണ്ടിരുന്ന ഈ ബ്രൈഡൽ എൻട്രിയെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം മാനേജ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നല്ല നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവന്റ് മാനേജ്മെന്റ് കോർഡിനേഷനൊക്കെ പറയാതിരിക്കാൻ വയ്യ. അത്രയും ആൾക്കാരുണ്ടായിട്ട് അവർ അടിപൊളിയായിട്ടാട്ടോ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നേ. ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫുഡ് മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല, പക്ഷെ ഉള്ള എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് മട്ടൻ ബിരിയാണിയാണ്. മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ മന്തിയും കൊള്ളായിരുന്നു, പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ചിക്കൻ ബ്രോസ്റ്റ് ആണ് കേട്ടോ. പിന്നെ സാലഡ്സും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഡെസേർട്ട് സെക്ഷൻ്റെ അവിടെ നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ഇളനീർ പായസം, ജിലേബി, കീമത്ത്, പോപ്കോൺ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം ഒരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പോൾ ഒരു കല്യാണം അത്രയും അടിപൊളിയാക്കിയിട്ടുള്ളത് മനാഫ്കയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ മൂപ്പരെ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും.